ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ BA എക്കണോമിക്സിലെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളായ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പാർട്ട് നമ്മൾ നോക്കി ഫസ്റ്റ് മൊഡ്യൂളിൽ. ഇനി ലാസ്റ്റ് അപ്പോൾ 3 ടോപ്പിക്സ് മാത്രമാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പം നമ്മൾ പ്രിൻസിപ്പിൾ വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് 8ാമത്തെ പ്രിൻസിപ്പിൾ എന്താ നോക്കാം. അപ്പോൾ 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൗ ദ എക്കണോമി ആസ് എ ഹോൾ വർക്ക്. അപ്പോൾ എക്കണോമി മൊത്തത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. വി സ്റ്റാർട്ടഡ് ബൈ ഡിസ്കസിങ് ഹൗ ഇൻഡിവിജ്വൽസ് മേക്ക് ഡിസിഷൻസ് ആൻഡ് ദെൻ ലുക്ക് ഇറ്റ് ദ പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് വൺ അനദർ. അപ്പോൾ വ്യക്തികൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നു എന്നതാണ് ഫസ്റ്റത്തെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ 2ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൗ പീപ്പിൾ ഇൻട്രാക്ട്, എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിനെ പറ്റിയായിരുന്നു. 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൗ ദി എക്കണോമി ആസ് എ ഹോൾ വർക്ക്. അപ്പോൾ എക്കണോമി മൊത്തത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എല്ലാം കൂടി എങ്ങനെ കൂടിച്ചേരുന്നു കാര്യങ്ങളൊക്കെയാണ് 3ാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്, അല്ലെങ്കിൽ 3ാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞത്. അതിൽ 3 പ്രിൻസിപ്പിൾ ഉണ്ട്. നമുക്ക് ഏതൊക്കെ നോക്കാം. പ്രിൻസിപ്പിൾ 8, എ കൺട്രി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് അബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ജീവിത നിലവാരം ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പിൾ 9, പ്രൈസസ് റൈസ് വെൻ ദ ഗവൺമെൻറ് പ്രിൻസ് ടു മച്ച് മണി. ഗവൺമെൻറ് വളരെയധികം പണം അടിച്ചിറക്കുമ്പോൾ വിലകൾ ഉയരുന്നു. അപ്പോൾ പ്രിൻസിപ്പിൾ 10, സൊസൈറ്റി ഫേസ് എ ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് പ്രിൻസിപ്പിൾ അപ്പോൾ 10 എന്ന് പറയുന്നത് പണപ്പെരുക്കവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള ഹ്രസ്വകാല വ്യാപാരത്തെ സമൂഹം അഭിമുഖീകരിക്കുന്നു എന്നതിനാണ്. ഇനി നമുക്കെല്ലാം വിശദീകരിച്ച് പറയാം. അപ്പോൾ 8ാമത്തെ പ്രിൻസിപ്പിളാണ് എ കൺട്രി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് അബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു രാജ്യത്തിൻ്റെ ജീവിത നിലവാരം ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഓരോ രാജ്യങ്ങളും ആ രാജ്യം നല്ല നിലയിലെത്തണമെങ്കിൽ ഓരോ ആളുകളും ചിന്തിക്കണമല്ലേ. കാരണം നല്ല പ്രൊഡക്റ്റീവ് ആയിക്കാണ്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ആ രാജ്യം നല്ല രീതിയിൽ നിൽക്കല്ലോ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഒരു മടി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുള്ള രാജ്യങ്ങളാണെങ്കിൽ എപ്പോഴും താഴെ നിൽക്കുമല്ലോ അല്ലേ. എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിക്കാണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ് ഈസ് പ്രൊഡക്റ്റിവിറ്റി. അപ്പോൾ ജീവിത നിലവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഉൽപാദനക്ഷമതയാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിവിറ്റി ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈച്ച് യൂണിറ്റ് ഓഫ് ലേബർ ഇൻപുട്ട്. അപ്പോൾ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്നത് തൊഴിൽ ഇൻപുട്ടിൻ്റെ ഓരോ യൂണിറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളും അളവാണ്. അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്ത് കാണ്ട് എത്രത്തോളം നമ്മൾ ആക്കി വെച്ചിരിക്കണ് എന്നതിൻ്റെ അളവ് അനുസരിച്ചാണ് നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റിവിറ്റി ആയി എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത പോയിന്റാണ് ദർ ഈസ് എ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റിവിറ്റി. അപ്പം മൊത്തം ഉൽപ്പന്നവും അപ്പം പ്രൊഡക്റ്റിവിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നു എന്നതാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളെയാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാര്യം എന്താ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗുപ്ത എന്ന് പറഞ്ഞൊരു ഫാമിലി 2 വ്യക്തികൾക്കുള്ള ആകെ വരുമാനം എന്ന് പറയുന്നത് 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു ഫാമിലിയായ ശർമ്മ കുടുംബത്തിന് ആകെ വരുമാനം അത് 10 പേര് കൂടി ചേർന്ന് 2,00,000 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ശർമ്മയുടെ ആകെ വരുമാനം ഗുപ്തയുടെ ആകെ വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണല്ലേ. എന്നാൽ പ്രൊഡക്റ്റിവിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുപ്ത കുടുംബത്തിൻ്റെ ഉൽപ്പാദനക്ഷമത അപ്പോൾ ശർമ്മ കുടുംബത്തിൻ്റെ കൂടുതലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇവിടെ ഓരി വെക്കുന്ന ടൈമിൽ 2 പേർക്ക് ഗുപ്തയുടെ ഫാമിലി വെച്ച് നോക്കണം 50,000 രൂപ ഒരാൾക്ക് കിട്ടുമല്ലോ. എന്നാൽ
ശർമ്മയുടെ ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിൽ 20,000 മാത്രമാണ് ഒരാൾക്ക് കിട്ടുക. അതായത് 10 അംഗങ്ങൾ കൂടി ചേർന്നാൽ 2,00,000 അല്ലേ. അപ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി കുറവാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ശർമ്മയുടെ ഫാമിലിക്ക്. അപ്പോൾ ഇതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ട്ടോ. എന്താണ് പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ, അതായത് ഉൽപ്പന്നക്ഷമത ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ എന്തിനൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സ്കിൽസ്, ട്രെയിനിങ്, ടെക്നോളജി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ പ്രൊഡക്ടിവിറ്റി ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡിയ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻ കൺട്രീസ് വെയർ വർക്കേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പീപ്പിൾ എൻജോയ് എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ തൊഴിലാളികൾക്ക് വലിയ അളവിൽ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ആളുകൾ ഉയർന്ന ജീവിത നിലവാരം ആസ്വദിക്കുന്നു അല്ലേ. അതായത് ഇപ്പം നല്ല പ്രൊഡക്ടിവിറ്റി ചെയ്യുന്ന, നല്ല തോതിൽ നല്ല അധ്വാനിക്കുന്ന ആൾക്കാരുടെ രാജ്യങ്ങളിലൊക്കെ എന്താണ്, നല്ല ജീവിതമാണ് ഓല് നയിക്കണതല്ലേ. അപ്പോൾ ഇൻ നേഷൻസ് വെയർ വർക്കേഴ്സ് ആർ ലെസ് പ്രൊഡക്റ്റീവ് മോസ്റ്റ് പീപ്പിൾ സഫർ വെരി ലെസ് എക്സിസ്റ്റൻസ്. അതായത് അപ്പം പ്രൊഡക്ടിവിറ്റി കുറവില്ല രാജ്യങ്ങളിൽ വർക്കേഴ്സൊക്കെ ഭയങ്കര ദുരിതമാണ് ഓല് അനുഭവിക്കുന്നതല്ലേ. കാരണം വല്ലാതെ നമ്മൾ നല്ലോണം വർക്ക് ചെയ്ത് പ്രൊഡക്റ്റീവായി നിന്നാൽ മാത്രമല്ല നമുക്ക് നല്ല റേറ്റും കാര്യമൊക്കെ കിട്ടുമല്ലോ അല്ലേ. എന്നാലും നമുക്ക് ഇനി അടുത്ത പോയിന്റാണ് ആവറേജ് ഇൻകം ഇൻ റിച്ച് കൺട്രീസ് ഈസ് മോർ ദാൻ 10 ടൈംസ് ആവറേജ് ഇൻകം ഇൻ പൂവർ കൺട്രീസ്. അതായത് റിച്ച് രാജ്യങ്ങളിൽ ശരാശരി വരുമാനം പൂവർ രാജ്യങ്ങളിൽ ശരാശരി വരുമാനം 10 മടങ്ങ് കൂടുതലാണെന്നാണ് പറയുന്നത്. ടു ബൂസ്റ്റ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് പോളിസി മേക്കേഴ്സ് നീഡ് ടു റൈസ് പ്രൊഡക്ടിവിറ്റി വൈ എൻഷുറിങ് ദാറ്റ് വർക്കേഴ്സ് ആർ വെൽ എഡ്യൂക്കേറ്റഡ്, ഹാവ് ദ ടൂൾസ് ദേ need to produce goods and services and have access to the best available technology. ജീവിത നിലവാരം ഉയർത്താൻ തൊഴിലാളികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നും ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ അവർക്കുണ്ടെന്നും ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിലേക്ക് പ്രവേശനം ഉണ്ടെന്നും ഉറപ്പാക്കിക്കൊണ്ട് നയരൂപകൽപ്പന ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ വർധനവുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് പ്രൊഡക്ടിവിറ്റിന് നമുക്ക് എന്താ വേണ്ടത്? നല്ല വിദ്യാഭ്യാസവും കാര്യവും എല്ലാം വേണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 9ാമത്തെ പ്രിൻസിപ്പിളാണ് പ്രൈസസ് റൈസ് വെൻ ദ ഗവൺമെൻറ് പ്രിൻസ് ടു മച്ച് മണി. ഗവൺമെൻറ് വളരെയധികം പണം അച്ചടിക്കുമ്പോൾ വിലകൾ ഉയരുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ നാണയപ്പെരുപ്പം എന്നാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് വെൻ പ്രൈസ് ഈസ് റൈസ് വിത്ത് വെരി എക്സ്ട്രീം സ്പീഡ് ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. അതായത് പൊതുവില നിലവാരത്തിൽ വർധനവ് എന്നാണ് ഇൻക്രീസ് ഇൻ ജനറൽ റേറ്റ്. അതായത് പൊതുവായ വില കൂടുതലായിക്കാണ്ട് ഉണ്ടാക്കുക. അപ്പോൾ തീവ്രമായ വേഗത്തിൽ വില ഉയരുമ്പോൾ അതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. അതായത് കൂടുതലായിക്കാണ്ട് നോട്ട് ഇറക്കുക, കൂടുതൽ പൈസ ഉണ്ടാക്കിക്കാണ്ട് ഗവൺമെൻറ് പുറത്തേക്ക് വിടുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു പൈസ കൂടുതലുണ്ടാകുമ്പോൾ ആ ഒരു പൈസനോട് മൂല്യം കുറയുമല്ലേ. അപ്പോൾ ഇതിനെ പറ്റിയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് 1921 ജനുവരിയിൽ ജർമ്മനിയിലെ ഒരു ദിനപത്രത്തിന് അപ്പോൾ 0.30 മാത്രമായിരുന്നു വില. 2 വർഷം തികയുന്നതിന് മുമ്പ് 1922 നവംബറിൽ അതേ പത്രത്തിന് 7.0 മാർക്ക് വിലയായി. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ മറ്റെല്ലാ വിലകളും സമാനമായ അളവിൽ ഉയരുന്നു. അതായത് പൈസ അപ്പോൾ നോട്ട്സ് അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു പൈസ എന്ന് പറഞ്ഞ മൂല്യം കൂടി വരില്ല, കുറഞ്ഞ് വരില്ല. ഓരോ വസ്തുവിനും വില കൂടും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ വെൻ എ ഗവൺമെൻറ് ക്രിയേറ്റ്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ നേഷൻസ് മണി ദ വാല്യൂ ഓഫ് ദ മണി ഫാൾസ്. അതായത് ഒരു ഗവൺമെൻറ് രാജ്യത്തിൻ്റെ പണം വലിയ അളവ് സൃഷ്ടിക്കുമ്പോൾ, അതായത് പ്രിന്റ് ചെയ്തുണ്ടാക്കുമ്പോൾ പണത്തിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇൻ അതർ വേർഡ്സ് അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അപ്പോൾ വെൻ ഗവൺമെൻറ് പ്രിൻസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മണി അപ്പോൾ സർക്കാർ വലിയ അളവിൽ പണം അടിച്ചിറക്കുമ്പോൾ അപ്പം ഇറ്റ് റൈസസ് മണി സപ്ലൈ ഇൻ ദ നേഷൻസ് അപ്പോൾ അത് രാജ്യത്ത് പണ ലഭ്യത വർദ്ധിക്കുന്നു. അപ്പോൾ അതായത് അപ്പോൾ സർക്കാർ വലിയ അളവിൽ പണം പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ അത് രാജ്യത്ത് പണത്തിൻ്റെ അളവ് കൂട്ടുകയാണ് ഒരുപാട് പൈസ ഉണ്ടാവല്ലേ. അപ്പം അതെന്താവല് ഇതിനർത്ഥം ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ പണമുണ്ട് എന്നതാവും. എന്നാൽ പ്രായോഗികമായ ചരക്കുകളുടെ സേവനങ്ങളുടെ നിശ്ചിത അളവ് ഉണ്ടായിരിക്കും. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ പണത്തിൻ്റെ മൂല്യം കുറയുകയും പൊതുവില ഉയരുകയും ചെയ്യും. അതായത് സാധനത്തിനൊക്കെ വില കൂടുകയും ചെയ്യും. പക്ഷേ പണത്തിൻ്റെ മൂല്യം അവിടെ കുറയാണ് ഒരുപാട് പ്രിന്റ് ചെയ്യുമ്പോൾ അവിടെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകാണ്ട് എല്ലാ സാധനത്തിനും വില കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് 9ാമത്തെ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് 10ാമത്തെ പ്രിൻസിപ്പിൾ എന്താ നോക്കാം. അപ്പോൾ സൊസൈറ്റി ഫേസസ് എ ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ പണപ്പെരുപ്പത്തിനും തൊഴിലില്ലായ്മയ്ക്കും ഇടയിലുള്ള ഒരു ഹ്രസ്വകാല വ്യാപാരത്തെ സമൂഹം അഭിമുഖീകരിക്കുന്നു. അപ്പോൾ ഇൻ ദ ഷോർട്ട് റൺ, ഇവിടെ ഹ്രസ്വകാലം എന്ന് ഉദ്ദേശിക്കുന്ന ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ 1-2 വർഷങ്ങൾക്ക് ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം കേട്ടോ. അപ്പം എന്താണ് ഇൻക്രീസിങ് ദ മണി സപ്ലൈ ക്യാൻ റിഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ബട്ട് മേ ലീഡ് ടു ഹയസ്റ്റ് ഇൻഫ്ലക്ഷൻ. അതായത് ഇപ്പോൾ പണലഭ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ പണം നമ്മൾ അടിച്ചിറക്കുന്നത് കൂട്ടാണെന്ന് വിചാരിച്ചു ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവല്, തൊഴിലില്ലായ്മ നല്ല കുറയല്ല, ആൾക്കാർക്കൊക്കെ നല്ലോണം തൊഴിലും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഒരുപാട് സാധനങ്ങൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരില്ലേ, ഒരുപാട് ക്യാഷൊക്കെ കിട്ടുകയാണെങ്കിൽ. പക്ഷേ അതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ട് എന്താണ്, എല്ലാ സാധനത്തിനും റേറ്റ് കൂടും. അപ്പം ഹയ്യസ്റ്റ് ഇൻഫ്ലക്ഷൻ ആവല്ലേ, എല്ലാ സാധനത്തിനും റേറ്റ് കൂടും. പക്ഷേ അപ്പോൾ സിമ്പിളായിക്കാണ്ട് പറയുകയാണെങ്കിൽ ദിസ് സിംപ്ലി മീൻസ് ദാറ്റ് ഓവർ എ പീരിയഡ് ഓഫ് 1 year or 2 മെനി എക്കണോമിക് പോളിറ്റിക്സ് പുഷ് അപ്പോൾ ഇൻഫ്ലക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് 2-3 വർഷത്തേക്ക് മാത്രമാണ് അത് കൂട്ടുന്നതെങ്കിൽ അടിച്ചിറക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കൽ, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. തൊഴിലില്ലായ്മ കുറയും, പക്ഷേ എല്ലാ സാധനത്തിനും പണത്തിൻ്റെ ആ ഒരു ഇത് നിരക്ക് കൂടും. ആ പണപ്പെരുപ്പാവുമല്ലേ, എല്ലാ സാധനത്തിനും ഒരുപാട് റേറ്റ് ആയിരിക്കും. ദ കർവ് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് കോൾഡ് ഫിലിപ്സ് കർവ്. അതായത് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള വ്യാപാരം വ്യക്തമാക്കുന്ന വക്രത്തെ ഫിലിപ്സ് കർവ് എന്ന് വിളിക്കുന്നു. അതായത് നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ടിൽ മര്യാദക്ക് നമുക്ക് കാണാൻ പറ്റുമല്ലേ, ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ സാധനത്തിനും റേറ്റ് കൂടിയത്, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്, ആൾക്കാർക്കൊക്കെ ജോലി കിട്ടുമൊക്കെ നേരാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. കാരണം എല്ലാ സാധനത്തിനും റേറ്റ് കൂടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണല്ലേ. അപ്പം ദിസ് കർവ് ഷോസ് അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻസ് ബിറ്റ്വീൻ ഇൻഫ്ലക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇറ്റ് മീൻസ് വെൻ ഇൻഫ്ലക്ഷൻ അപ്പോൾ ഇൻക്രീസ് ഇറ്റ് റിഡ്യൂസ് ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഈ വക്രം പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള വിപരീത ബന്ധം കാണിക്കുന്നു. പണപ്പെരുപ്പം വർദ്ധിക്കുമ്പോൾ അത് തൊഴിലില്ലായ്മയുടെ തോതും തിരിച്ചും കുറക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അതായത് പണപ്പെരുപ്പം കൂടുമ്പോൾ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്, തൊഴിലില്ലായ്മ കുറയാണല്ലോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ജോലിയും കാര്യമൊക്കെ കിട്ടും എന്നാണ് നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. These principles help to understand how economic decisions are made and how economics function. അതായത് ഈ പ്രിൻസിപ്പിൾ സാമ്പത്തിക തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നും എക്കണോമി എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഈ 10 പ്രിൻസിപ്പിൾ നമുക്ക് എന്താണ് എക്കണോമിക്സ്, എന്താണ് എക്കണോമിക് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു ടേമാണല്ലോ. ഇപ്പം നമ്മൾ 1ാമത്തെ മൊഡ്യൂൾ ഫുള്ളായിക്കാണ്ട് കവർ ചെയ്തിട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് 2ാമത്തെ മൊഡ്യൂളായിരിക്കും കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ.